സുഹൃത്തുക്കളെ, നസ്ലിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ വൈറലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. നസ്ലിന് ഏതൊരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പോകുന്ന അപ്പോഴും ഒരു ആരാധകൻ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ ചേർത്ത് നിർത്തിയിട്ട് തോളൊക്കെ കൈയിട്ട് പിടിച്ച് ഒരു ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നു. അവസാനം പറയുന്നുണ്ട്, എടാ വിടറാ 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 എന്ന് പറഞ്ഞ് തോളിൽ കൈയിട്ട് ചിത്രം എടുത്ത് ആരാധകൻ തട്ടിമാറ്റി നസ്ലൻ എന്ന രീതിയിലാണ് ഇപ്പോൾ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് തട്ടിമാറ്റി നസ്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അവന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് അനാവശ്യമായിട്ട് ഒരു ആരാധകൻ എന്ന് പറയുന്ന ഒരു മൊയന്ത് കയറി എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. അതിന്റെ അപ്പുറം എനിക്ക് പറയാൻ തോന്നുന്നില്ല. ഞാനടക്കമുള്ള അല്ലെങ്കിൽ നിങ്ങളടക്കമുള്ള ആളുകൾക്ക് നിങ്ങളതിലുള്ള സ്പേസ് ഉണ്ട്. നമ്മളെ മനുഷ്യർക്ക് ഓരോരുത്തർക്ക് അവരുടേതായ സ്പേസ് ഉണ്ട്. ആ സ്പേസ് അവരെങ്ങനെ കാത്തു സൂക്ഷിക്കുന്നതെന്ന് അറിയില്ല. ചില ആളുകളുടെ മുമ്പിൽ നിന്ന് ഉറക്കെ സംസാരിക്കും ചില ആളുകൾക്ക് ഇഷ്ടമില്ല. ചില ആളുകൾക്ക് ഫോട്ടോ എടുക്കുന്നതിന് ഇഷ്ടമല്ലാത്ത ആളുകളുണ്ട്. അത് ഇഷ്ടമല്ലാത്ത ആളുകളുണ്ടെന്നേ. ചില ആളുകൾക്ക് അവരെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ഇഷ്ടമല്ല. ചില ആൾക്ക് ഹാൻഡ് ഷേക്ക് ചെയ്യുന്നത് മാത്രമാണ് ഇഷ്ടം. തോളിൽ കൈയിട്ട് ചിത്രം എടുക്കുക എന്ന് പറഞ്ഞ പരിപാടി ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്. മറ്റുള്ള വേർപ്പ് ദേഹത്ത് തട്ടൊന്നും ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്. ഇങ്ങനെയൊക്കെ ആളുകൾ ഉണ്ടെന്നേ. നസ്ല ഇതിൽ ഏത് വിഭാഗത്തിൽ പെടും എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് തരത്തിലാണ്. ഒന്ന്, ആരാധകന് നല്ല മൂച്ചിപ്രാന്താണ്. ഇങ്ങനത്തെ ഒരുപാട് ആരാധന പ്രാന്തന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഒരാളോട് ഫോട്ടോ എടുക്കാൻ നമ്മൾ ചോദിക്കണം എന്നുള്ളതാണ്. ഒരു മനുഷ്യന്റെ വലിയ ആരാധകരാണ്, നമ്മൾ അയാളോടൊപ്പം ഫോട്ടോ എടുക്കാൻ പോവുകയാണ്, ഒരു സെൽഫി ചോദിക്കുകയാണെങ്കിൽ അത് അനുവാദം ചോദിക്കണം. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അനുവാദം എന്ന പരിപാടിയില്ല. ഒരു ഫോട്ടോ എടുക്കുമെന്ന് വിചാരിച്ച അപ്പൊ നമ്മളൊക്കെ സൈഡിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുക. പക്ഷേ അവൻ ചെയ്തു പോയത് ഒരുപക്ഷെ നസ്ല എന്ന് പറയുന്ന ആ ഒരു വലിയ മുത്തിനെ തൊട്ടടുത്ത് കിട്ടിയതിന്റെ ഭാഗമായിട്ട് ഒന്നിങ്ങനെ കെട്ടിപ്പിടിക്കാൻ ശ്രമം നടത്തിയായിരിക്കും. പക്ഷേ നസ്ല എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് അത്തരം ഫോട്ടോ എടുപ്പുകൾ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ എടാ വിടറാ വിടറാ എന്ന് പറഞ്ഞിട്ട് തോളത്തിന് കൈ എടുത്തിട്ട് നീണ്ടു നിവർന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു നസ്ല എന്ന് പറയുന്നത്. ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ. സോഷ്യൽ മീഡിയ പറയുന്ന കാര്യങ്ങള് 100 കോടി പടം ആയപ്പോഴേക്കും അഹങ്കാരം തുടങ്ങി. 2 പടം വിജയിപ്പിച്ചേക്ക് ചെക്കൻ അഹങ്കാരം കണ്ടില്ലേ. നീയൊക്കെ മോഹൻലാലിനെയും മമ്മൂട്ടിയെ കണ്ടു പഠിക്കണം. ലാലേട്ടനൊക്കെ 24 മണിക്കൂർ ഫോട്ടോ എടുക്കാൻ നിൽക്കും. അങ്ങനെയൊന്നുമില്ല സുഹൃത്തുക്കളെ. ഒരിക്കലും 24 മണിക്കൂർ ഫോട്ടോ എടുക്കാൻ നിൽക്കില്ല. ഫോട്ടോ എടുക്കാൻ വേണ്ടി സമയമടക്കം മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി വെച്ചിട്ടുണ്ട്. രാവിലെ 6 മണി മുതൽ 8 മണി വരെ ഫോട്ടോ എടുക്കാം. ആ സമയത്ത് ആ മനുഷ്യൻ ഒറ്റ നിർത്തം നിൽക്കും, ഒരു നിർത്താം. അതുപോലെ വിജയ് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ മാറ്റിവെക്കുന്ന ഒരാളാണ് വിജയ് എന്ന് പറഞ്ഞ മനുഷ്യൻ. 24 മണിക്കൂർ ആരാധകരെ ഫോട്ടോ എടുക്കുന്നു. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഫോട്ടോ ഒന്നാൾ എടുത്ത് തീർത്തേക്കാം എന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കുന്ന ഒരാളാ. ഇങ്ങനെയൊന്നുമല്ല. ഇവർ ഓരോ പ്രോഗ്രാം കഴിഞ്ഞ് വേറെ പ്രോഗ്രാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് ഒരു പണിയില്ല. ഈ ഫോട്ടോ എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഒരു പണിയില്ല. ജീവിതത്തിൽ ഒരു തൊഴിലും കൂലിയില്ല. അതുകൊണ്ടാണല്ലോ ഇവനൊക്കെ വരുന്ന സമയത്ത് അവിടെ പോയി കാണാൻ നിൽക്കുന്നത്. ഏത് സിനിമാടം വരുമ്പോഴും അതിനെ കാത്ത് ഒരു സ്ഥലത്തേക്ക് നിൽക്കണമെങ്കിൽ അവൻ ആ ജീവിതത്തിൽ ഒരു തൊഴിലും ഇല്ല എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഒരു തൊഴിലും കൂലി ഇല്ലാത്തവന്മാരെന്ത് ചെയ്യും? ഇത്തരം ആളുകളൊക്കെ വരുമ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ കാത്തുക്കും, ഓലപ്പൊരു ഫോട്ടോ എടുക്കും, അത് പോസ്റ്റും. ഇനി അതിന്റെ മാനസിക അവസ്ഥ എന്തുവാണ്? നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളെ ഫോട്ടോ പോസ്റ്റിനേക്കാൾ മറ്റൊരാളുടെ ഫേമസ് ആയിട്ടുള്ള ഒരാളെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നത്? ഫേമസ് ആയിട്ടുള്ള ഒരാളുടെ ഒപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ ആ സ്റ്റാറ്റസ് ഇടുന്ന വ്യക്തി വിചാരിക്കുന്നത് ആ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയോടൊപ്പം ഞാനും എന്താണ് ഫേമസ് ആകുന്നു എന്നാണ്. അല്ലെങ്കിൽ അയാളോടൊപ്പം ഫോട്ടോ എടുക്കാനുള്ള ഒരു മഹാഭാഗ്യം എനിക്ക് കിട്ടി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാനും ഇതിനൊപ്പക്കത്തിന് ഉണ്ടിട്ടാ എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളൊപ്പം ഫോട്ടോ എടുത്തിട്ട് അതിലൊപ്പം ഫേമസ് ആവേണ്ട ആളാണ് നിങ്ങൾ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം. അതല്ല, നിങ്ങൾ ഫേമസ് ആയിട്ട് നിങ്ങളൊപ്പം മറ്റുള്ളവർ ആരെങ്കിലും ഒന്ന് ഫോട്ടോ എടുത്തിട്ട് മതി നിങ്ങൾ ഫേമസ് ആവില്ലേ എന്ന് വിചാരിക്കുന്നതാണെങ്കിൽ അതൊന്നുകൂടി ബെറ്ററാണ്. നിങ്ങൾ അതിലേത് ചിന്തിക്കുന്നറിയില്ല. എന്തായാലും ഇവിടെ ആലോചിച്ച് നോക്കുന്ന സമയത്ത് ആരാധകന്റെ കയ്യിലും പിഴവുണ്ട്, നസ്ലിന്റെ കയ്യിലും പിഴവുണ്ട് എന്ന് പറയാം. വേണമെങ്കിൽ ആ ഫോട്ടോ എടുക്കുന്നവരെ സഹിച്ചു നിൽക്കാമായിരുന്നു നസ്ലിന്. അത് അദ്ദേഹം ചെയ്തില്ല. ചെയ്യാത്തത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം. ഇനി ഇങ്ങനത്തെ ഒരു ഫോട്ടോ എടുപ്പിലേക്ക് ഒരാളും മുതിരില്ല. മമ്മൂക്കയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അനുവാദം ചോദിക്കുന്ന പോലെ മമ്മൂക്ക വരുന്ന സമയത്ത് ഇടിച്ചു കയറിയിട്ട് ഫോട്ടോ എടുക്കട്ടെ കാക്ക എന്നിട്ട് ഫോട്ടോ എടുക്കുന്നില്ല ആരും. എന്തുകൊണ്ടാ? അത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഇവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നാട്ടുകാർ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. എന്തായാലും ഒരെണ്ണം മനസ്സിലാക്കി, തോളിൽ കൈയിട്ടും മറ്റും ഫോട്ടോ എടുക്കുന്നത് നസ്ലിന് ഇഷ്ടമല്ല. ഇനിയെങ്കിലും ആരാധകർ എന്ന് പറയുന്ന വെട്ടുകിളികള് ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. ബൈ.